റിലീസിന് ഒരുങ്ങുന്ന കൂൺ എന്ന സിനിമയിൽ പ്രൊഡ്യൂസറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാംസ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പിന്നെ സിനിമ ഇങ്ങനെ റിലീസിന് 27-ാം തീയതി തിയേറ്ററിൽ വരികയാണ് സിനിമ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിരിക്കും ഇതെന്നുള്ള ഒരു ഉറപ്പ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും. കാരണം സാധാരണ കണ്ട ഒരു പാറ്റേണിലുള്ള സിനിമയല്ല. പിന്നെ ഞങ്ങളുടെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഉള്ള ചിലപ്പം നായകനും നായികയൊക്കെ പറയും. കാരണം വലിയ സിനിമകളിൽ കിട്ടുന്ന കംഫർട്ടൊന്നുമില്ല, പക്ഷേ ഒരു ക്യാമറാഡറി ഉണ്ട്. നമ്മളൊരു എന്താ പറയുക, ഒരു ബോണ്ടിങ്. കാരണം ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്ത ഒരു കോവിഡ് കാലത്താണ്. കോവിഡിൻ്റെ എഫക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അധികം ആൾക്കാർ നായകനാണ് എഫക്റ്റ് ചെയ്തത്. അതാണ് മെയിൻ ഒരു വലിയ പ്രശ്നം. കാരണം റെസ്റ്റ് പീരീഡോ ഒന്നുമില്ലാതെ ഷൂട്ടിങ്ങിലേക്ക് നായകൻ കിടക്കുകയാണ്. അങ്ങനെ പക്ഷേ ഒരു ചെയിനാണല്ലോ കോവിഡ്, അടുത്താക്കുക അങ്ങനെ ഒരു ടെൻഷനിലായിരുന്നു. പക്ഷേ ആർക്കും വന്നില്ല. എല്ലാവരും നല്ല സീരിയസ് സഹകരിച്ച് പൂർത്തീകരിച്ചൊരു സിനിമയാണ്. അപ്പോൾ കോവിഡിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചൊരു സിനിമയാണിത്. കാരണം മറ്റ് കോവിഡിൻ്റെ കാലത്ത് വേറെയും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലെ ഒന്നിച്ച് എല്ലാവരും നിന്ന് വളരെ ചെറിയ രീതിയിലെടുത്ത സിനിമകൾ കുറവായിരിക്കും. പക്ഷെ എന്നാലും ഇതൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഭയങ്കര പിന്നെ നായകനും നായികയും ഒക്കെ ഒരു കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം ആ സിനിമേൻ്റെ പിന്നെ ഷൂട്ടിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞ സിങ് സൗണ്ടാണ് സിനിമ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിംഗിൾ ഷോട്ട്, മെയിൻ ഷോട്ട് കിട്ടണം. അത് കിട്ടിയതിന് ശേഷം മാത്രമേ ബാക്കി ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ശബ്ദങ്ങൾ വരും. അപ്പോൾ അത് ആ ഒരു എത്ര ടേക്ക് പോയാലും യാതൊരു പ്രശ്നമില്ലാണ്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പിന്നെ ഫ്ലോറ്, ഷൂട്ട് ചെയ്യുന്ന സ്ഥലം, അത് ഭയങ്കര എത്ര ഡെഡിക്കേറ്റഡ് അവർ ചെയ്തു എന്ന് എനിക്കിപ്പോഴും അതൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു എന്താ പറയുക, ഒരു കഥയോട് എത്രമാത്രം നീതി പുലർത്തിക്കൊണ്ട് നായകനും നായികയും അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു കൂൺ എന്ന സിനിമ കമ്മിറ്റ് ചെയ്തത്? അതെ, ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രശാന്ത് ഒരു പുതിയ ന്യൂ കമറാണ്. കുറച്ച് ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്തതാണ്. അപ്പം പ്രശാന്ത് ഇങ്ങനെ വേറൊരു പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ സോങ് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കുറച്ച് വലിയ സബ്ജക്റ്റാണ്, പക്ഷേ ഫ്രണ്ട്ഷിപ്പിന് ബേസ് ചെയ്തിട്ട് നല്ലൊരു സബ്ജക്റ്റാണത്. അത് നല്ല കാസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പം പക്ഷേ കോവിഡ് വന്നപ്പം പിന്നെ ഇങ്ങനെ ആലോചിച്ചു, കാരണം അത് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യമില്ല. അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കിടക്കുന്നത്. പക്ഷെ കഥ ഒരു ഭയങ്കര ഇന്ന് നടക്കുന്ന ഒരു കഥയാണത് ഇന്നത്തെ. പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ കഥകളൊന്നും തന്നെ ചുറ്റുവട്ടം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ പല ഭാഗത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അതെ. അപ്പം സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സ് പറയും ചിലപ്പോൾ, ഓ ആ കഥ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. അങ്ങനെയൊന്നുമല്ല, ഇത് ട്രൂ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതല്ല. പക്ഷേ ഇന്നിപ്പോൾ അത് ട്രൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും കാണാൻ. നല്ല സിനിമകളെ പ്രേക്ഷകർക്ക് എത്തണം എന്ന ആഗ്രഹം കൊണ്ടാണ് പ്രൊഡ്യൂസറായത്? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ 2008 ഞാൻ വേറൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സിലിക്കൺ മീഡിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ചേരുകയാണ് ഉണ്ടായത്. കുറേ അധികം സമൂഹ നന്മകളുള്ള സിനിമകളാണ് ആ കാലത്ത്. സൂഫി പറഞ്ഞ കഥ, ജാനകി, മേഘരൂപൻ, പപ്പീലിയോ ബുദ്ധ, ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡ് തന്നെ ഒരുപാട്, മിക്കവാറും IFFKയിലും സ്റ്റേറ്റ് അവാർഡിലൊക്കെ നമ്മുടെ പടങ്ങളുണ്ടാവും. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓരോ പടത്തിനും അതിൻ്റെതായ ബഡ്ജറ്റും അതിൻ്റെതായ ചാലഞ്ചസും ഉണ്ടായിരുന്നു. അതൊക്കെ മീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും വലിയ പടം എന്ന് പറഞ്ഞത് ഇവൻ മേഘരൂപനാണ്. അതൊരു കേരളം മുഴുവൻ അങ്ങോളം ഇങ്ങോളം ഷൂട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ വളരെ ചെറിയ രീതിയിൽ ഉടമ്പടി എന്ന് പറഞ്ഞ പടവും ചെയ്തിട്ടുണ്ട്. അത് ഒരു ചെറിയ ഒരു എന്താ പറയുക, മേഴ്സി കില്ലിംഗ് ഒക്കെ ബേസ് ചെയ്തിട്ടൊരു സിനിമയാണ്. അത് ഇതുവരെ തിയേറ്ററിൽ വന്നിട്ടില്ല, ഉടനെ വരുമായിരിക്കും. അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ടൊരു പടം, അത് ഇതൊരാൾക്കൊരു ആഗ്രഹമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും വേണം. അപ്പോൾ അങ്ങനെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണം. കാരണം ഇല്ലേ നമ്മുടെ സമ്പാദ്യം മുഴുവൻ എടുത്തിട്ടൊരു സിനിമ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രദറിനോട് ഈ കഥ ഞാൻ 1 ലൈൻ വന്നപ്പോഴും ഞാനിത് അയച്ചു കൊടുത്തു, ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ നല്ല കഥയാണ്, നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റാണല്ലോ, നമുക്ക് ചെയ്യാമെന്ന്. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് കമേഴ്സ്യൽ മൂവിയാണ്. ഇതൊരു കമേഴ്സ്യൽ മൂവി. ഏത് ലാംഗ്വേജിൽ, ഏത് ഇന്ത്യയിലുള്ള വേൾഡിൽ ഏത് സ്ഥലത്തും ഈ ഇത് പിച്ച് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു
എല്ലാവർക്കും കണക്ട് ചെയ്യുന്നൊരു സ്റ്റോറി. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നു, അങ്ങനെ ഒരു പടം ചെയ്തു. ഇതിൻ്റെ പാട്ട് വളരെ വളരെ നല്ലൊരു പാട്ടാണ്. ഗൗരിലക്ഷ്മിയും യാസിൻ നിസാറുമാണ് പാടിയിരിക്കുന്നത്. ആ പാട്ട് പ്രേക്ഷകരിലെത്തി എത്തുമ്പോൾ തന്നെ ഈ ഒരു ഗാനം എല്ലാവരും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു 3 ഗാനം ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിൽ നമ്മളിപ്പോൾ പുതുമുഖങ്ങളുടെ സിനിമ ചിലപ്പം വലിയ ടെക്നിക്കൽ ആൾക്കാർ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യും. ഇതല്ല, എല്ലാം പുതുമുഖങ്ങളാണ്. ഡയറക്ടർ, പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസർക്ക് ഉണ്ട് ഫിലിം എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ പ്രൊഡ്യൂസർ എന്നതിൽ ഫസ്റ്റ് സിനിമയാണ്, ഡയറക്ടർക്ക് ഫസ്റ്റാണ്, എല്ലാവർക്കും ഫസ്റ്റാണ്, ടെക്നീഷ്യൻസ് എല്ലാവരും ഒരു എന്താ പറയുക അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ട് ചെയ്തൊരു